ഹലോ വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റുള്ള, അധികം എരിവൊന്നുമില്ലാത്ത തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു മുട്ടക്കറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പം, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി എന്നിവയുടെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു മൈ ചാനൽ വിപി ആൻഡ് അച്ചു ഹോം. ഞാൻ തീ ഓണാക്കി ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് നമുക്ക് മുട്ട പുഴുങ്ങാൻ ആവശ്യമായ മുട്ട ഇട്ട് കൊടുക്കാം. ഒരു 5 മുട്ടയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് മുട്ട ചെറുതായിട്ടൊന്ന് ഉരുട്ടി ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. തിള വരുന്നിടം വരെ തീ ഓണാക്കി വെക്കുക. വേറൊരു പാനിൽ ഞാൻ തീ ഓണാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഈ എണ്ണയിലേക്ക് 2-3 കറുവപ്പട്ട, 2 ഗ്രാമ്പൂ, 2 ചെറിയ ഏലയ്ക്ക, 1 ബേ ലീഫ് കൂടി ഇട്ട് കൊടുക്കുക. മസാലയെല്ലാം ഒന്ന് ചൂടായതിന് ശേഷം 3 മീഡിയം സൈസിലുള്ള സവാള ഞാൻ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കണം. സവാള എണ്ണയുമായിട്ട് ചേരാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 2 പച്ചമുളക് ആവശ്യമായിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, സവാള, ഒരു 10-12 കാഷ്യൂനട്ട് ഞാൻ നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ, കാഷ്യൂനട്ട്, സവാളയുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സവാള ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് മസാലപ്പൊടികളെല്ലാം കൂടെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പേസ്റ്റ് ടൊമാറ്റോയുടെയും സവാളയുടെയൊക്കെ ആ പച്ച ടേസ്റ്റ് മാറി നല്ലതുപോലെ വഴണ്ട് കിട്ടണം. ആ പരുവാകുന്നിടം വരെ നല്ലപോലെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. ആ പച്ചമണം മാറുന്നിടം വരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലേക്ക് ഞാൻ ടേസ്റ്റിന് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുക. മസാലയെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം നല്ലതുപോലെ മസാലയെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു മൂടിയിട്ട് അടച്ചു വെക്കുക. ഞാൻ മുട്ട പൊളിച്ച് എല്ലാം റെഡിയായി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാലയെല്ലാം വെന്ത് കിട്ടി. എണ്ണയെല്ലാം മുകളിൽ നല്ലതുപോലെ തെളിഞ്ഞ് കാണാൻ പറ്റും. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി പൊളിച്ച് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്ത് മുട്ടയും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മുട്ടയിലേക്ക് മസാല ഇരിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. മുട്ടയിലേക്ക് മസാലയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമായി കുറച്ച് മല്ലിയിലയും കൂടെ നല്ലപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ കറി ഇവിടെ തയ്യാറായിരിക്കുന്നുണ്ട്. നമുക്കിത് ചപ്പാത്തി, പൂരി, പൊറോട്ട എന്നിവയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.